ഹലോ, എന്തുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞാനോർത്ത് ഇന്നത്തെ വീഡിയോ ഈ മഴത്തുള്ളികൾ വെച്ച് തുടങ്ങാമെന്ന്. നല്ല രസമല്ലേ മഴ ഇങ്ങനെ ഇലയിലേക്ക് വീഴുന്ന കാണാനും അതുപോലെ തന്നെ ആ മഴയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാനും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു വൈകുന്നേരത്തെ വ്ളോഗ്. ഹലോ, എന്തെല്ലാം സുഖാണോ? കുറച്ച് മുട്ട പപ്സ് കഴിച്ചാലോ? ചൂടുള്ള പപ്സ്. ഇന്നിവിടെ ഞായറാഴ്ച വൈകുന്നേരമാണ്. ഇവിടെ കട്ട മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചൂടുള്ള മുട്ട പപ്സ് ഒക്കെ ഉണ്ടാക്കി, നല്ല ചായ, പിന്നെ നമ്മൾ ചീട്ട് കളിക്കാൻ പോവാണ്. റേച്ചമ്മയുടെ ഏറ്റവും ഗെയിമാണ്. അപ്പൊ ഞങ്ങൾ ചീട്ടം കളിച്ച് ഞങ്ങളുടെ ഞായറാഴ്ച വൈകുന്നേരം അതോടെ അങ്ങ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? പപ്സിൻ്റെ കൂടെ തന്നെ ഞാൻ ചുമ്മാ പുഴുങ്ങിയ മുട്ടയും സ്പിനച്ചും മേനൈസും ഇച്ചിരി ചീസും കൂടെ മിക്സ് ചെയ്ത് വേറൊരു മിക്സർ ഉണ്ടാക്കി പേസ്ട്രിക്കകത്ത് വെച്ച് നിറച്ച് നോക്കി. അത് നല്ല ടേസ്റ്റായിട്ട് വന്നു കേട്ടോ. മേനൈസ് ഇതുപോലെ അവനകത്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നന്നായിട്ട് വന്നു. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഇതുപോലെ അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും ഗെയിം കളിച്ചായിരിക്കും. പുതിയൊരാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സ്ട്രെസ് റിലീഫും കുറച്ച് ഫാമിലി ടൈം പോലെ. മോൾക്ക് നാട്ടിലെ ടോപ്പ് സിംഗർ ഷോ ഭയങ്കര ഇഷ്ടമാണ്. അവൾ അവതാരകയായിട്ട് അഭിനയിച്ചിട്ട് ഞങ്ങളവിടെ പാട്ട് പാടാൻ പറയും. ബാക്കി കാണുന്ന എൻ്റെ ചൈൽഡ് കെയർ ആണ്. ഞാൻ വീട്ടിൽ ഒരു ചെറിയ ചൈൽഡ് കെയർ റൺ ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്വാളിഫൈഡ് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് ആർക്കും പാട്ട് പാടാനുള്ള കഴിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ആ പാട്ട് കേൾപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇച്ചായൻ്റെ പിന്നെ ഈ കാര്യത്തിൽ വലിയ നാണമൊന്നുമില്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ഇച്ചായൻ്റെ പാട്ട് കേട്ടോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ അതോടെ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു. ഇന്ന് കാര്യമായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് മുട്ട പപ്സ് തന്നെ കഴിച്ച് വയറ് നിറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയി മോളെ കിടത്തണം. അവൾ സാധാരണ രാത്രിയിൽ ഒരു 7-7:30 ആകുമ്പോൾ കിടക്കാറുണ്ട്. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ സോഫയുടെ അടിയിലൊരു സ്റ്റോറേജാണ്. അപ്പോൾ ഗെയിംസ് എല്ലാം അതിൻ്റെ അടിയിലാണ് വെക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ നിന്ന് മേടിച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ നാച്ചുറൽ ക്ലീനറാണ്. ഇത് ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഇത് എയർ ഫ്രയറിൻ്റെ ബക്കറ്റാണ്. ഇത് ഇവിടുത്തെ കേമാട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. $70 അങ്ങനെ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ വില. അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാനുള്ള ഐറ്റംസ് എണ്ണയില്ലാതെ വറുത്ത രീതിക്ക് തന്നെ കിട്ടുന്ന ഒരു യന്ത്രമാണ്. പിന്നെ ഡിഷ് വാഷർ ഇതുപോലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പാത്രം കഴുക്ക് വലിയൊരു പാടായിട്ട് തോന്നാറില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ക്ലീനിങ് എല്ലാം ഇത് തന്നെ ചെയ്തോളും. പിന്നെ ഇന്ന് ഇച്ചിരി അധികം പാത്രമുണ്ട്. ഉച്ചയ്ക്കത്തെ പാത്രം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും പാത്രം. അപ്പോൾ ഞാൻ ഡിഷ് വാഷറിനകത്തേക്ക് ടാബ്ലറ്റ് വെക്കുവാണ്. ഇപ്പം ഞാൻ കറക്കി നോക്കുന്ന സാധനത്തിൽ നിന്നാണ് വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കറക്കി നോക്കും, ജസ്റ്റ് മേക്ക് ഷുവർ പ്ലേറ്റ്സിലൊന്നും തട്ടുന്നില്ല എന്ന്. ഈ ട്രെയിൽ തട്ടുന്നുണ്ടായിരുന്നു. അതോടെ ഞാൻ നേരത്തെ മാറ്റി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കറങ്ങി ഇതിൻ്റെ സൈഡൊക്കെ ചിപ്പായി പോകാൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ദിവസവും സിങ്ക് കഴുകാറുണ്ട്. കാരണം നമ്മൾ സിങ്ക് നിറച്ചിട്ടാണ് ഡിഷ് വാഷിന് വേണ്ടിയുള്ള പാത്രങ്ങൾ റിൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് സിങ്ക് എല്ലാ രാത്രിയും കഴുകി വിടും. സിങ്ക് കഴുകുന്നതോടെ നമ്മളുടെ പരിപാടികളെല്ലാം തീർന്നു. തുണി വിരിച്ച് നമ്മുടെ സെറ്റപ്പ് ആയി. ഇനിയിപ്പം മുകളിലോട്ട് പോകാനുള്ള സമയമായി. മോളെയും കൊണ്ട് പോവാണ്. ഇച്ചാനും കൂടെ ഉണ്ട്. ഇനിയിപ്പം മോളെ കുളിപ്പിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് കിടപ്പിക്കാനുള്ള സമയമായി.
അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക. ഈ 2 ക്വോട്ട്സ് ഞങ്ങളുടെ വോളിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. തിങ്ക് ഹാപ്പി, ബി ഹാപ്പി ആൻഡ് there's always something to be thankful for. അപ്പോൾ ഈ 2 ചിന്താവിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടിട്ടിട്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ റാപ്പപ്പ് ചെയ്യാം. സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. അടുത്ത പ്രാവശ്യം കാണാം.